സിപിഎമ്മിന്റെ വക്കീൽ നോട്ടീസിന് പിന്നാലെ കണ്ണൂരിലെ സിപിഎം വ്യാജ ആധാർ കാർഡ് ആരോപണം ആവർത്തിച്ച് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും കെ.സി. ആരോപിച്ചു. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിപിഐഎം കെ.സി. വേണുഗോപാലിന് നോട്ടീസ് അയച്ചത്. ആരോപണം പച്ചനുണയാണെന്ന് എം.വി. ജയരാജനും പ്രതികരിച്ചു. കണ്ണൂരിൽ നിന്ന് വ്യാപകമായി പരാതികൾ വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. കള്ളവോട്ട് ചെയ്യാനും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്താനുള്ള എല്ലാ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ജാഗ്രതയാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നമ്മൾ സമീപിച്ചിട്ടുണ്ട്. പച്ച നുണയാണത്. കെ.സി. വേണുഗോപാൽ ഇലക്ഷൻ കമ്മീഷന്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ അട്ടിമറിച്ച രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് അത് പറയേണ്ടത്. അപ്പൊ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിൽ ഗവേഷണം നടത്തുന്നവരാണ് കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഉത്സവപ്പറമ്പിലെ പോക്കറ്റടിക്കാരെ പോലെ പോക്കറ്റടിച്ചുകൊണ്ട് ഓടുകയും കള്ള 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 എന്ന് ആ പോക്കറ്റടിക്കാരൻ വിളിച്ചു പറയുമ്പോൾ ക്രമേണ അയാൾ ആൾക്കൂട്ടത്തിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കും കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞാൽ ഉണ്ടാകും. അർജുൻ കല്യാടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. അർജുൻ, തെരഞ്ഞെടുപ്പിന് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, വാഗ്വാദങ്ങൾ തുടരുകയാണ്. വക്കീൽ നോട്ടീസിന് പിന്നാലെയും ഈ ആരോപണം ആവർത്തിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. ശ്രുതി, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന് ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസത്തിൽ അല്ലെങ്കിൽ അവസാന ലാപ്പിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത്. അതിന് പിന്നാലെ തന്നെ അത് നിയമ നടപടികളിലേക്ക് പോവുകയും ചെയ്തു. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC നൽകിയിട്ടുള്ള പരാതിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ കളക്ടറോട് അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെ രാത്രി തന്നെ കണ്ണൂർ ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി K.K. രാഗേഷ് അഡ്വക്കേറ്റ് K. വിശ്വൻ മുഖേന കെ.സി. വേണുഗോപാലിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആ വക്കീൽ നോട്ടീസിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഈ ആരോപണം ഒരു വസ്തുതയുമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ആരോപണമാണ്. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം. അത് ഏത് അർത്ഥത്തിലാണോ ഇത് പ്രചരിപ്പിച്ചത് അതേ അർത്ഥത്തിൽ തന്നെ ഇത് പിൻവലിച്ചുകൊണ്ട് ഖേദം പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം പരസ്യപ്പെടുത്തണമെന്നുള്ള ആവശ്യം K.K. രാഗേഷ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിലെ 3-ാം നിലയിൽ വെച്ചാണ് ഈ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് കെ.സി. വേണുഗോപാൽ ആരോപിച്ചത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ടി ഗോവിന്ദന്റെ പേരിലുള്ളതാണ്. പയ്യന്നൂരിലെ പാർട്ടിയെ സംബന്ധിച്ച് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് വളരെ വൈകാരികമായി അടുപ്പമുള്ള ഒരു നേതാവാണ് ടി ഗോവിന്ദൻ. ആ ടി ഗോവിന്ദനെ അപമാനിക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്. അത് വൈകാരികമായ രീതിയിൽ പ്രവർത്തകരെ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടിയാണ് ഇത്തരമൊരു ആരോപണം കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത് എന്നുള്ളതും ഈ വക്കീൽ നോട്ടീസിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളിൽ ഇന്നലെ തന്നെ ോടും മറ്റു കോടുമൊക്കെ ഘട്ടത്തിൽ ആരോപണത്തിൽ CPM അത്തരത്തിൽ ആസൂത്രിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുള്ള ശ്രമങ്ങൾ പല തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാലും ആ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം തെളിവുകളൊന്നും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ടതാണ്. എം.വി. ജയരാജൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കൾ പറയുന്നത് ഈ വ്യാജ ആധാർ കാർഡുകളും ID കാർഡുകളൊക്കെ നിർമ്മിച്ച് പരിചയമുള്ളത് ശീലമുള്ളത് കോൺഗ്രസിനാണ്. പ്രത്യേകിച്ച് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കളാണ് ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകളും ഐഡന്റിറ്റി കാർഡുകളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അവരുടെ ശീലം അത് ഈ പറയുന്ന പോലെ കെ.സി. വേണുഗോപാൽ ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ CPMന്റെ നേതാക്കളെല്ലാം തന്നെ പ്രതികരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ അവസാന ദിവസങ്ങളിൽ ഒരു സജീവ ചർച്ചയായി കണ്ണൂരിൽ ഈ വ്യാജ ആധാർ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം മാറുകയാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള വാക്പോരുകൾ ഒരു വശത്ത് മുറുകുമ്പോൾ തന്നെ നിയമ പോരാട്ടം മറുവശത്ത് വളരെ തകൃതിയായി മുന്നോട്ട് പോകുന്നതും നമ്മൾ കാണുകയാണ്. വ്യക്തമാണ്. എന്തായാലും ആരോപണം ആവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം എന്നുള്ള ആരോപണം ആവർത്തിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. പറയുന്നത് പച്ചക്കള്ളം എന്നുള്ളതാണ്. എം.വി. ജയരാജന്റെ പ്രതികരണം. ഇത്തരത്തിൽ വാഗ്വാദങ്ങൾ തുടരുകയാണ്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.